വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ UDF സർക്കാരിലും അസംതൃപ്തിയെന്ന് സൂചന. നികുതി ഘടന പരിഷ്കാരം എക്സൈസ് മന്ത്രി M. ലിജു മുൻകൂട്ടി അറിഞ്ഞില്ലെന്നാണ് വിവരം. എക്സൈസ് വകുപ്പ് ഈ വിഷയത്തിൽ നയപരമായ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മന്ത്രി M. ലിജു വ്യക്തമാക്കി. പ്രഖ്യാപനത്തിനെതിരെ CPM-ഉം രംഗത്ത് വന്നു. 20% വരെ വീര്യമുള്ള മദ്യത്തെ വീര്യം കുറഞ്ഞ മദ്യമായി ക്ലാസിഫൈ ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ്. അതിനുശേഷം 2025 നടത്തിയ മറ്റൊരു ഭേദഗതിയിലൂടെ കേരളത്തിൽ ഹോർട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാനും LDF സർക്കാർ പദ്ധതിയിട്ടിരുന്നു. വിദേശ മദ്യചട്ടങ്ങളിൽ LDF സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് 20% വരെ വീര്യമുള്ള മദ്യത്തിന് മുഖ്യമന്ത്രി V. D. സതീശൻ ബജറ്റിൽ നികുതി ഘടന പ്രഖ്യാപിച്ചത്. എന്നാൽ നികുതി ഘടന പരിഷ്കാരം എക്സൈസ് വകുപ്പോ മന്ത്രി M. ലിജുവോ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സൂചന. നയപരമായ മാറ്റമാണെങ്കിൽ അത് തയ്യാറാക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. വകുപ്പുമായി ആലോചിക്കാതെയുള്ള തീരുമാനം പാർട്ടിയിലും മുന്നണിയിലും ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത. കേരളത്തിലെ UDF സർക്കാരിലെ എക്സൈസ് വകുപ്പ് പ്രത്യേകമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്ന് M. ലിജു വ്യക്തമാക്കി. എക്സൈസ് വകുപ്പ് ഈ വിഷയത്തിൽ നയപരമായിട്ടുള്ള ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും മന്ത്രി M. ലിജു പറഞ്ഞു. അബ്കാരി നയം സംബന്ധിച്ച് നിയമസഭാ സമ്മേളനത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്താനാണ് തീരുമാനം. പാർട്ടിയും മുന്നണിയും വിവിധ സംഘടനകൾ, വ്യക്തികൾ, മദ്യവിരുദ്ധ സമിതികൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച നടത്തും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടിയ ശേഷം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള മദ്യനയമാകും കേരളത്തിലെ UDF സർക്കാർ പ്രഖ്യാപിക്കുക. ഇപ്പോഴുള്ളത് നികുതിയുമായി ബന്ധപ്പെട്ട തീരുമാനമാണെന്നും ലിജു പറഞ്ഞു. പ്രഖ്യാപനത്തിനെതിരെ CPM-ഉം രംഗത്ത് വന്നു. ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിലെ സമൂഹത്തോടുള്ള ഒരു കൊടിയ അന്യായത്തിനും വലിയ അഴിമതിക്കുമുള്ള കളമൊരുക്കിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ലഭ്യമാക്കുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുമതി കൊടുത്തിരുന്നു. അത് കൃഷിക്കാരെ സഹായിക്കാനാണ്. കേരളത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതാണ് തീരുമാനമെന്ന് താമരശ്ശേരി രൂപതയും വിമർശനം ഉന്നയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.